നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ് ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധ നേടിയ നടി സുഭാഷിണി ബാലസുബ്രഹ്മണ്യത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്നൈയിലെ പോരൂരിലുള്ള അപ്പാർട്ട്മെന്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രി ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്യുന്നതിനിടെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വഴക്കുണ്ടായി എന്നും ഇതേ തുടർന്ന് സുഭാഷിണി തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. സുഭാഷിണി മരിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോ കോളിൽ കണ്ട ഭർത്താവ് ഉടൻ അപ്പാർട്ട്മെന്റിലെ സുരക്ഷാ ജീവനക്കാരനെ വിവരമറിയിച്ചു. സുരക്ഷാ ജീവനക്കാരൻ പോരൂർ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും പോലീസ് എത്തുമ്പോഴേക്കും സുഭാഷിണി മരിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണവിവരം ലഭിച്ച ഉടൻ പോലീസ് സംഭവ സ്ഥലത്തെത്തി മൃതദേഹം പരിശോധനയ്ക്കായി അയച്ചു. നടിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. തമിഴ് പരമ്പരയായ കയലിലെ നെഗറ്റീവ് വേഷത്തിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് സുഭാഷിണി. 36 വയസ്സായിരുന്നു നടിക്ക്. ബംഗളൂരു സ്വദേശിയായ ബിപിൻ ചന്ദ്രനാണ് സുഭാഷിണിയുടെ ഭർത്താവ്. 2024 വരെ ബംഗളൂരുവിൽ താമസിച്ചിരുന്ന സുഭാഷിണി ഷൂട്ടിങ്ങിന്റെ സൗകര്യാർത്ഥം പിന്നീട് ചെന്നൈയിലെ വാടക അപ്പാർട്ട്മെന്റിലേക്ക് മാറുകയായിരുന്നു. കയൽ എന്ന പരമ്പരയ്ക്ക് പുറമെ 2023 പുറത്തിറങ്ങിയ എല്ലാം മേലെ ഇരിക്കിറവൻ പാത്തുപ്പാൻ, വെബ് തുടങ്ങിയ സിനിമകളിലും സുഭാഷിണി അഭിനയിച്ചിട്ടുണ്ട്. നടിയുടെ മരണവാർത്തയിൽ സഹപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ശ്രീലങ്കൻ സ്വദേശിനിയായ സുഭാഷിണി തമിഴ് സിനിമാ രംഗത്ത് അവസരം തേടി ചെന്നൈയിലേക്ക് എത്തിയതായിരുന്നു. ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമാ രംഗത്തെത്തിയ സുഭാഷിണിയെ തേടി കയൽ സീരിയലിലെ പ്രധാന വേഷം എത്തുകയായിരുന്നു. സൺ ടിവിയിലെ സംപ്രേഷണം ചെയ്തിരുന്ന കയലിന് തമിഴ്നാട്ടിൽ നിരവധി ആരാധക വൃന്ദമുണ്ടായിരുന്നു. സിനിമകളിലേക്ക് ചുവടുവെക്കാനിരിക്കവെയാണ് സുഭാഷിണിയുടെ മരണം സംഭവിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ നടിക്ക് 4 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സ് ഉണ്ട്. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് സുഭാഷിണി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. ജീവിതവുമായി ബന്ധപ്പെട്ട അടിക്കുറിപ്പോടെ വിജനമായ സ്ഥലത്തിലൂടെ നടക്കുന്നൊരു വീഡിയോയാണ് നടി അവസാനമായി പങ്കുവച്ചത്. ഏപ്രിൽ 12-ന് തന്റെ 37ാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കുന്നതിനിടെയാണ് നടിയുടെ മരണം സംഭവിച്ചത്. ഏപ്രിൽ 21-ന് ഇവരുടെ 2ാം വിവാഹ വാർഷികം കൂടിയായിരുന്നു. ശ്രീലങ്കൻ സ്വദേശിനിയായ സുഭാഷിണി തമിഴ് സിനിമാ സീരിയൽ മേഖലയിൽ ഇടം പിടിക്കണമെന്ന ആഗ്രഹവുമായാണ് ചെന്നൈയിൽ എത്തിയത്. കഠിന അധ്വാനത്തിലൂടെയും നിരന്തരമായ ഓഡീഷനുകളിലൂടെയുമാണ് താരം കയലെന്ന സീരിയലിലെ സുപ്രധാന വേഷത്തിലേക്ക് എത്തിയത്. 2012-ൽ ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ഇനി അവൻ എന്ന സിനിമയിൽ സുഭാഷിണി ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.